ഗവൺമെൻറ് എംപ്ലോയീസിനും അതേപോലെ തന്നെ പെൻഷനേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. കോടാനുകോടി രൂപ ഓരോ കൊല്ലവും നിർബന്ധമായിട്ടും ഈ എംപ്ലോയീസിൽ നിന്നും പെൻഷനേഴ്സിൽ നിന്നും കളക്ട് ചെയ്തിട്ട് അവർക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത്? ഈ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ സമരം ചെയ്യുന്ന ഈ NGO യൂണിയനും സംഘടനകളും ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്താണ്? മെഡിസെപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് വായിക്കാം. നമ്മൾക്കിതൊന്നും കിട്ടുന്നില്ലെങ്കിലും ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഒന്ന് നമ്മൾ കേട്ടിരിക്കുന്നത് നല്ലതാണല്ലോ. ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് അപ് ടു 3 lakhs. പിന്നെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടും നമുക്ക് ഈ മെഡിസെപ്പ് അനുവദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ റൂം റെൻറ്റ്, പിന്നെ പരിശോധനകൾക്കുള്ള ചാർജുകൾ, ഡ്രഗ്സ്, ഡോക്ടർ ഫീ, അതേപോലെ തന്നെ നേഴ്സിംഗ് ചാർജസ്, ഇതെല്ലാം ആര് കൊടുക്കും? മെഡിസെപ്പ് കവർ ചെയ്യും. പിന്നെ എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ മാത്രമായിരിക്കും ഇത് കിട്ടുന്നത്. എംപാനൽഡ് ഹോസ്പിറ്റലിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒന്നിനും കൊള്ളാത്ത കുറേ ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. നമ്മൾക്ക് ഈ പറഞ്ഞ എൻ്റെ കൂട്ടത്തിൽ കൂടി പറയാണ്, ഈ സാധാരണ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് ചിലവ് വളരെ കുറവാണ്. അതിൻ്റെ മെഡിസിൻ വളരെ വിലക്കുറവാണ്. പക്ഷേ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ ഒരു നല്ല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് ചെല്ലുമ്പോഴാണ് ഇത് മെഡിസെപ്പ് എംപാനൽഡ് ഹോസ്പിറ്റലല്ല, ഇതിവിടെ ഇതിൻ്റെ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ അല്ല എന്ന് പറയുന്നത്. പിന്നെ ചില എമർജൻസി ഘട്ടങ്ങളിൽ എംപാനൽഡ് അല്ലാത്ത ഹോസ്പിറ്റലും ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നൊക്കെയാണ് ഈ മെഡിസെപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നത്. അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ളൂ കേട്ടോ. അടുത്ത കാലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. എൻ്റെ ഒരു സുഹൃത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ സർജറി ഉണ്ട്. ഏകദേശം കുറച്ച് പൈസ ചിലവുള്ള ഒരു ഹോസ്പിറ്റലാണ്, ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതിനവിടെ ഇൻഷുറൻസ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്, കഴിഞ്ഞ ഫെബ്രുവരി വരെ ഞങ്ങൾക്ക് മെഡിസെപ്പ് ഉണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾക്ക് മെഡിസെപ്പ് ഇല്ല. ഇത് പല ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാവുന്ന ഒരു സ്ഥിരം പല്ലവിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിസെപ്പിൽ നിന്ന് ഇതിൻ്റെ പേരിൽ കളക്ട് ചെയ്യുന്ന പൈസയൊന്നും ഹോസ്പിറ്റലിലേക്ക് കൃത്യമായിട്ട് വരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. പ്രിയപ്പെട്ട NGO യൂണിയൻ സംഘടനകളെ, അതേപോലെ തന്നെ മറ്റ് കാര്യമില്ലാത്തതിനും കാര്യമുള്ളതിനും വേണ്ടിയിട്ട് കൊടി പിടിക്കുന്ന ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് പ്രതികരിക്കാത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എംപ്ലോയീസ് ഇപ്പോൾ പെർമനൻ്റ് ആയിട്ടൊരു ജോലി എന്നുള്ള നിലയ്ക്ക് ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് ഒട്ടുമിക്ക ഏകദേശം 90% ആളുകൾക്കും പ്രൈവറ്റ് ഇൻഷുറൻസുകളുണ്ട്. പിന്നെ എന്തിനാണ് ഈ നിർബന്ധമായിട്ടും ഇവരുടെ കയ്യിൽ നിന്ന് ഈ പൈസ പിടിച്ചു വാങ്ങുന്നത്? പോട്ടെ, പൈസ പിടിച്ചു വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഏത് ഹോസ്പിറ്റലാണ് കിട്ടുന്നത്? ഇനി മെഡിക്കൽ കോളേജിലായിരിക്കും, അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നായിരിക്കും പറയുന്നത്. വെളുപ്പിന് 4 മണിക്ക് 5 മണിക്കൊക്കെ ചെന്ന് ക്യൂ നിന്ന് ടോക്കൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടിച്ച് കയറി വരുന്ന രോഗികളുടെ ഇടയ്ക്ക് ക്യൂ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ കാത്തു നിന്നാൽ ഒരു ഡോക്ടറെ കാണാൻ പറ്റും. ഇതാണോ മെഡിസെപ്പ് പൈസ കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന സൗകര്യം? ഏത് ഹോസ്പിറ്റലാണ് ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ വെളുപ്പിന് 5 മണിക്ക് ചെന്ന് ടോക്കൺ എടുക്കാത്ത ഒരവസരമുള്ള ഏത് ഹോസ്പിറ്റലാണുള്ളത്? കഷ്ടമാണ്. ഇനി ഈ പുതുതായിട്ട് വന്നിരുന്ന സർക്കാരെങ്കിലും ഇതിനെപ്പറ്റി അന്വേഷിക്കണമെന്നും ഈ മെഡിസെപ്പിൻ്റെ പൊള്ളത്തരത്തിനെതിരെ ഒരു നല്ല രീതിയിലുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ലെങ്കിൽ സർക്കാർ കാര്യം മുറപോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ മാസവും നിങ്ങളുടെ കയ്യിൽ നിന്നും എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് കോടാനുകോടി രൂപ കളക്ട് ചെയ്ത് നമ്മുടെ മെഡിസെപ്പിൻ്റെ പേരിലേക്ക് വസൂലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ അനുഭവിക്കുക തന്നെ. സംഘടനകളായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ ഇത് ഭരണതലത്തിൽ ഇതിനെപ്പറ്റി ഒരു പരിഹാരം കാണണം
എന്ന് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുകയാണ്.